عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഉമ്മത്തിൻ്റെ മേൽ ഭയപ്പെട്ട 3 കാര്യങ്ങൾ. സലാസുൻ അഖാഫു അലാ ഉമ്മത്തി, ഞാൻ എൻ്റെ ഉമ്മത്തിൻ്റെ മേൽ ഭയപ്പെടുന്ന 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 കാര്യങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. സഹീഹു അൽ ജാമിഇൽ 3022 ഹദീസായി ഈ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. സലാസുൻ, 3 കാര്യങ്ങൾ, അഖാഫു അലാ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൻ്റെ മേൽ ഞാൻ ഭയപ്പെടുന്നു. അതൊരു മുന്നറിയിപ്പാണ്. ഈ 3 കാര്യങ്ങൾ എൻ്റെ സമുദായത്തിൽ നിന്ന് ഉണ്ടാവരുതേ എന്നതാണ് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താല്പര്യം. ആ 3 കാര്യങ്ങൾ അവരിൽ നിന്നുണ്ടായാൽ അത് അവരുടെ ഈമാനിനെ പ്രതികൂലമായി ബാധിക്കും, അവരുടെ ഇസ്ലാമിനെ പ്രതികൂലമായി ബാധിക്കും, അവരുടെ മൂല്യങ്ങളെ അത് പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് ആ 3 കാര്യങ്ങൾ എൻ്റെ സമുദായത്തിൽ നിന്ന് ഉണ്ടാവരുതേ എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താല്പര്യം. 1, അൽ ഇസ്തിസ്ഖാഉ ബിൽ അൻവാ, മഴ പെയ്യുന്ന സമയത്ത് ആ മഴ പെയ്യുന്നതിന് കാരണമായി നക്ഷത്രങ്ങളെ പറയുക. നക്ഷത്രങ്ങൾ കാരണമായാണ് മഴ പെയ്യുന്നത് എന്ന അന്ധവിശ്വാസം അത് എൻ്റെ സമുദായത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഞാൻ ഭയപ്പെടുന്നു എന്നതാണ് 1ാമത്തെ കാര്യം. 2ാമത്തത് വഹൈഫു സുൽത്താൻ, അക്രമകാരിയായ ഭരണാധിപന്റെ മുന്നിൽ മൗനം ദീക്ഷിക്കുക. എന്ത് കൊടിയ അക്രമങ്ങളും ഭരണാധിപൻ നടത്തിക്കഴിഞ്ഞാൽ, അധികാരികൾ നടത്തിക്കഴിഞ്ഞാൽ ഒന്നും മിണ്ടാതെ പ്രതികരിക്കാതിരിക്കുക. ഇതും ഞാൻ എൻ്റെ സമുദായത്തിൻ്റെ മേൽ ഭയപ്പെടുന്ന കാര്യമാണ് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. 3ാമത്തെ കാര്യം വതക്ദീബു ബിൽ ഖദർ, ഖദർ കൊണ്ടുള്ള വിശ്വാസത്തെ നിഷേധിക്കുക. എല്ലാ നന്മയും എല്ലാ തിന്മയുമായ കാര്യങ്ങൾ അള്ളാഹുവിൽ നിന്നാണ്. ഇതാണ് യഥാർത്ഥമായ വിശ്വാസം. ഈ വിശ്വാസത്തിന് വിരുദ്ധമായി അള്ളാഹുവിൻ്റെ ഖദറുള്ള വിശ്വാസത്തെ നിഷേധിക്കുക. ഈ 3 കാര്യങ്ങൾ എൻ്റെ സമുദായത്തിൻ്റെ മേൽ ഞാൻ ഭയപ്പെടുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ അൽ ഇസ്തിസ്ഖാഉ ബിൽ അൻവാ, എന്താണ് ഈ മഴയുമായി ബന്ധപ്പെട്ട് വിശ്വസിക്കുമ്പോൾ അത് നക്ഷത്രങ്ങളെ ബന്ധിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഹുവ നിസ്ബത്തു നുസൂലിൽ മത്വരി ഇലൽ അൻവാഇൻ നുജൂം ബദലൻ മിനല്ലാഹി തആല. മഴയെക്കുറിച്ച് പറയുമ്പോൾ, ഇടിയെക്കുറിച്ച് പറയുമ്പോൾ, കാലാവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ അത് അള്ളാഹുമായി ബന്ധപ്പെടുത്തി പറയാതെ, അള്ളാഹുവിൽ നിന്ന് ഉള്ളതാണ് എന്ന് പറയാതെ, അങ്ങനെ വിശ്വസിക്കാതെ അതിനെ നക്ഷത്രങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയുക. ആ നക്ഷത്രങ്ങൾ വന്നത് കൊണ്ടാണ് ഇങ്ങനെ മഴ പെയ്യാനുള്ള കാരണം. വഹുവ മിൻ അദാത്തിൽ ജാഹിലിയ്യ, അത് ജാഹിലിയ്യ കാലഘട്ടത്തിലുള്ള ഒരു സ്വഭാവമാണ്. അല്ലത്തി ഹദറ മിൻഹൽ ഇസ്ലാം, അത് പൂർണ്ണമായും ആ അന്ധവിശ്വാസം ഇസ്ലാം നിഷ്കാസനം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. വയുഅ്തബറു ശിർക്കൻ അക്ബർ, അത് വലിയ ശിർക്കായിട്ട് മാറും. ഇദ അഅ്തഖദ ശഖ്സു, ഒരു വ്യക്തി വിശ്വസിച്ചാൽ അന്നൻ നുജൂമ, ഈ നക്ഷത്രമാണ് ഹിയൽ ഫാഇൽ ലിനുസൂലിൽ മത്വർ വർഷിക്കാൻ, മഴ വർഷിക്കാൻ ഈ നക്ഷത്രമാണ് കാരണമെന്ന് ഒരാൾ വിശ്വസിച്ചാൽ അത് ശിർക്കുൽ അക്ബറാണ്. എങ്ങനെയാണ് ഈ വിശ്വാസത്തിന്റെ കിടപ്പ്? അതും പണ്ഡിതന്മാർ പറയാണ്, ഹിയ മനാസിലുൽ കവാകിബി വൻ നുജൂം അല്ലത്തി കാനത്തിൽ അറബു ഫിൽ ജാഹിലിയ്യത്തി
ഓരോ നക്ഷത്രത്തിന്റെ വരവും പോക്കും മനസ്സിലാക്കി ആ നക്ഷത്രം ഈ ദിശയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആണ് മഴ പെയ്യുക എന്നതാണ് തഅ്തഖിദു അന്ന ലഹാ തഅ്തീറൻ ഫീ നുസൂലിൽ മത്വർ. ആ ഘട്ടത്തിൽ അത് മഴ വർഷിക്കാൻ ഒരു കാരണമാണ് എന്ന വിശ്വാസമായിരുന്നു ജാഹിലിയ്യ കാലഘട്ടത്തിൽ. ഓർക്കണം, അൽ ഹുക്മു ശർഇയ്യു, ശർഇയ്യായ വിധി, ഇദാ തഖദ ശഖ്സു, ഒരു വ്യക്തി വിശ്വസിച്ചാൽ അന്നൻ നുജൂമ ഹിയല്ലതി തൻസിലുൽ മത്വർ ബിദാതിഹാ, ആ നക്ഷത്രം കാരണമാണ്